ഒരു ചോദ്യം വരണം ചോദിക്കണത്, നീ ഇപ്പോൾ വഞ്ചിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ വിശ്വാസത്തിന് നിരക്കാത്തൊരു ബന്ധത്തിൽ ചെന്ന് ചാടി അവനുമായിട്ട് മാതാപിതാക്കന്മാരെയും വഞ്ചിച്ച് പറ്റിച്ച് അവനെ ജീവിക്കാൻ വിചാരിച്ചോ? എത്ര കൊല്ലം ജീവിക്കാൻ പറ്റും? തോമസ് മൂർ ഈ ദിവസങ്ങളിൽ പറഞ്ഞു എന്താ ഞാൻ ഓർക്കിയിരുന്നു. തോമസ് മൂറിൻ്റെ കർത്താവിൻ്റെ വചനത്തോടും സഭയുടെ പഠനങ്ങളോടും ചേർന്ന മനുഷ്യനാണ് തോമസ് മൂർ, വിശുദ്ധ തോമസ് മൂർ. അയാൾ ജയിലിൽ പിടിച്ചിട്ടു. അപ്പോൾ രാജാവ് അയാൾക്ക് കുറേ ഓഫറിങ് കൊടുക്കുക. അപ്പോഴേ എല്ലാം ഓഫർ കൊടുത്തത്, അതായത് നിനക്ക് ചാൻസലറാണ്, നിനക്ക് അതിന് നിനക്ക് ഉദ്യോഗക്കയറ്റം കിട്ടാം, പിന്നെ ശമ്പളം വർദ്ധിപ്പിക്കാം, കുറേ ഓഫർ കൊടുത്ത്. അപ്പോൾ രാജാവിനോട് പറഞ്ഞ് ഏറ്റവും വലിയ ഓഫർ ക്രിസ്തുവാണ്. എന്താണ് കാര്യമുണ്ട്. അതിനുശേഷം വൈഫ് വരും. വൈഫ് എന്ന് വെച്ചാൽ പറയും, നമ്മുടെ മകള് കൊച്ചുറാണിയെ ഓർത്തെങ്കിലും നിങ്ങളിത് രാജാവ് പറഞ്ഞ സമ്മതിക്കണ്ടേ? അപ്പോഴിവിടെ തോമസ് മൂർ പറയും, ജയിലിൽ വെച്ചാൽ നടക്കണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരമാണ്, സമ്മതിക്കാം. ദൈവമേ നന്ദി. അപ്പോൾ തോമസ് മൂർ ചോദിക്കും, സമ്മതിക്കാം, പക്ഷേ എത്ര കൊല്ലം നമുക്ക് തമ്മിൽ ജീവിക്കാൻ പറ്റും? അപ്പോൾ തോമസ് മൂറിൻ്റെ വൈഫ് പറയും, 20 കൊല്ലം ജീവിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ തോമസ് മൂർ പറയും, എനിക്ക് 20 കൊല്ലം ജീവിച്ചാൽ പോരാ, എനിക്ക് 200, എനിക്ക് നിത്യത വരെ ജീവിക്കണം. അത് തരാൻ രാജാവിന് പറ്റുമോ? അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും. പെടൽ വെട്ടാൻ വേണ്ടി വരുമ്പോൾ ആരാച്ചാരനോട് പറയും, താടി ഒന്ന് മാറ്റി വെച്ചേക്കണേ, താടി ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാനാ തെറ്റ് ചെയ്തത്. എന്താ പ്രശ്നം? സന്തോഷത്തോടെ കർത്താവിന് ജീവൻ കൊടുക്കുന്ന ഒരു വിശ്വാസിയാണ്. അതെന്താണ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് ഈ ഇംഗ്ലണ്ടിൻ്റെ വൈസ് ചാൻസലർ ഇങ്ങനെ ചെയ്തു? ചാൻസലറാണ് അയാൾ. തൻ്റെ ഉദ്യോഗം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തേക്കാൾ വലുത് എന്തുകൊണ്ട്? ക്രിസ്തു അതിനേക്കാൾ വലുതായത് കൊണ്ടാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സന്തോഷത്തോടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ നീ ഒരു ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരിക്കലും വിശ്വാസത്തിൽ നിരക്കാത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ ബാധ്യതയല്ല. നിൻ്റെ അടിസ്ഥാന ബാധ്യത ക്രിസ്തുവിനോട് കൂടിയാണ്. നിൻ്റെ അടിസ്ഥാന ബാധ്യത ഇന്നലെ കണ്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടല്ല നിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയണത്. നിൻ്റെ ഉത്തരവാദിത്വം ആരാണ്? അവന് എത്ര കാലം നിന്റെ കൂടെ ജീവിക്കാൻ പറ്റും? ഞാനീ പറഞ്ഞ കേസില്ലേ, മുമ്പ് പറഞ്ഞ കേസില്ലേ, ആ കേസ് ഞാൻ പരാജയപ്പെട്ടു. കാര്യം അവളെ കിണറ്റിൽ ചാടിയല്ലോ. കിണറ്റിൽ ചാടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്ന് എന്നെ വഴക്കിട്ട്, കൊച്ചാ എന്നാ പരിപാടി, ഇതുപോലെ തൂങ്ങണയൊക്കെ പോയി തൂങ്ങട്ടെ, അച്ഛനി എന്താന്ന് വെച്ച് കയറ്റി തടിനെ കൂടെ കരക്കയറ്റി വിട്ട് രണ്ടുപോയി കിട്ടി. പക്ഷേ എന്നാ പ്രശ്നം? 7 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു. അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളാ ബൈക്ക് മോഷ്ടിച്ചിട്ട് ജയിലിലാണിപ്പോൾ. ദിസ് ഈസ് ദ സ്റ്റോറി. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ, വന്ന കർത്താവുമായിട്ട് വന്ന വഴികൾ. ഇപ്പോഴത്തെ വൈകാരികമായൊരു ആവശ്യം കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തീരുമാനം എടുത്താൽ ഈ തീരുമാനം വരാൻ പോകുന്ന പാളിച്ചകൾ എന്തുമാത്രമാണ്? നിത്യത വരെ പാളും. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിത്യത എന്ന അർത്ഥം. ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞില്ലേ? ക്രിസ്തു എല്ലാമാണ്. അതുകൊണ്ട് തീരുമാനം എടുത്ത് വലയിൽ അകപ്പെട്ടിരിക്കുന്നവരെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4:20 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? വലകൾ ഉപേക്ഷിക്കണം. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. എന്തിൻ്റെ പേരിൽ? നിധിയാണവൻ. എങ്ങനെ? 13:44. നീ അത് വെറുതെ ഉപേക്ഷിക്കരുത്, സന്തോഷത്തോടെ അത് പ്രാർത്ഥിക്കുക. നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, അതിശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, എല്ലാ പാപത്തിൻ്റെ ബന്ധങ്ങളെയും കർത്താവെ വെറുത്തുപേക്ഷിക്കാൻ, കർത്താവെ എല്ലാ വലകളെയും ഉപേക്ഷിക്കാൻ, കർത്താവെ നീയാകുന്ന വലിയ നീതി കണ്ടെത്തുവാൻ, കർത്താവെ സന്തോഷത്തോടെ ഉപേക്ഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ സന്തോഷം, ആനന്ദം കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപത്തിൻ്റെ തിന്മകളെ, പാപത്തിൻ്റെ കെട്ടുകളെ വെറുത്തുപേക്ഷിക്കാൻ വേണ്ടി, കർത്താവെ
പാപത്തിൻ്റെ കെട്ടുകളെ കർത്താവേ വെറുത്തുപേക്ഷിക്കാൻ വേണ്ടി കർത്താവേ, എന്ത് ബന്ധം ഉണ്ടായാലും എന്ത് സ്വന്തമാണെന്ന് പറഞ്ഞാലും ക്രിസ്തുവിന് വേണ്ടി എല്ലാം കുപ്പയായി കരുതാൻ കർത്താവേ, അത് സന്തോഷത്തോടെ കരുതാൻ 13:44 പ്രാർത്ഥിക്കുന്നു. അത് സന്തോഷത്തോടെ കരുതാൻ, ക്രിസ്തുവിന് വേണ്ടി സന്തോഷത്തോടെ കരുതാൻ കർത്താവേ അഭിഷേകം നൽകണമേ, ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. സ്തുതികട്ടെ, സ്തുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മളൊരു സൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകിയത്. ഏറ്റവും വലിയ സന്ദേശം 13:24 എന്താണ്? സന്തോഷത്തോടെ വിളിക്കാൻ പറ്റുമെന്ന്. അത് വലിയൊരു സാധ്യതയാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ ബന്ധനങ്ങളെ, വലകളെ സന്തോഷത്തോടെ നിങ്ങൾക്ക് കൈമാറാൻ കഴിയുമെന്ന് പറയുന്നത് ഒരു അഭിഷേക തലമാണത്. നിരാശയില്ലാതെ, സങ്കടമില്ലാതെ, സന്തോഷത്തോടെ. അതാണ് 13:44. സന്തോഷത്തോടെ നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നീ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന പാപത്തിൻ്റെ വ്യക്തികളായാലും നാളെ നിത്യതയെ നിനക്ക് അത് ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പൂർണ്ണമായിട്ടും നിനക്ക് നിത്യതയെ ചൂസ് ചെയ്യാം. ധൈര്യമായിട്ട് നിത്യതയെ നിനക്ക് തിരഞ്ഞെടുക്കാം. നീ തിരഞ്ഞെടുപ്പ്, ശക്തമായ തിരഞ്ഞെടുപ്പ്, ശാശ്വതമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിത്യതയ്ക്ക്, എൻ്റെ നിത്യതയ്ക്ക് ഈ ബന്ധം, ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ജോലി തടസ്സമാണെങ്കിൽ അത് സന്തോഷത്തോടെ ഉപേക്ഷിക്കാനും വിട്ടുപേക്ഷിക്കാൻ പ്രത്യേക അഭിഷേകം നൽകാൻ ക്രിസ്തു എല്ലാമാണെന്ന് ഓർക്കണം. ക്രിസ്തു എല്ലാമാണ്. നിനക്ക് നഷ്ടപ്പെട്ടത് ഇവിടെ ജീവനോടെ, അതായത് ഇവിടെ അച്ഛൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അടുത്ത് വന്ന് ഭർത്താവ് ഈ കോവിഡിന് നഷ്ടപ്പെട്ടിട്ടുള്ള ഭാര്യ വന്ന് കഴിഞ്ഞ 2 ആഴ്ച നമുക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചു. കോവിഡ് കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ കാണാനില്ല, കർത്താവിനാൽ എടുക്കപ്പെട്ടു എന്നാണ് പറഞ്ഞു. കർത്താവ് എടുത്തു എന്നാണ് അവൾ ധരിച്ചത്. കാര്യം കോവിഡ് വന്ന് അവരെ നഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപെടുത്തിക്കൊണ്ടാണ് ഈ കോവിഡ് പോണത്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ഭാര്യയ്ക്ക് കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് വിഷമിച്ചാ പറഞ്ഞു, ഈ ആൾത്താറ എന്നാണ് പറഞ്ഞത്. കർത്താവ് ഈ ജീവിത പങ്കാളിക്ക്, അവളുടെ ജീവിത പങ്കാളിയെ കോവിഡ് നഷ്ടപ്പെടുത്തിയല്ലോ. അവൾക്ക് ആർക്ക് അവളെ സന്തോഷിപ്പിക്കാൻ പറ്റും? ആർക്ക് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റും? റാമായിൽ നിന്ന് വിലാപ സ്വരം കേട്ടു. റാഹയിൽ അവളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. ആർക്കും അവളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും കർത്താവിൻ്റെ വചനം പറയുന്നു, ക്രിസ്തുവിനെ നേടാൻ വേണ്ടി സന്തോഷത്തോടെ അത് വിൽക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവവേദനെ, നിന്റെ ജീവിത പങ്കാളിയേക്കാൾ നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ പേരാണ് ക്രിസ്തു. കൈയടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങൾ, ഈ സമയങ്ങളെല്ലാം നമ്മൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കർത്താവിൻ്റെ കൈവെള്ളയിലുണ്ടോ? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കാം. നീ ചെന്നെത്തേണ്ട നിൻ്റെ ഡെസ്റ്റിനേഷൻ ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരും എന്ന് പറഞ്ഞാണ് ധ്യാനം തുടങ്ങണത്. ഈ ദിവസങ്ങളിലുള്ള എല്ലാ സാക്ഷ്യങ്ങളും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ, ഓരോ സാക്ഷ്യങ്ങൾ. ഇപ്പോൾ ഇതിന് ഡെയ്സി ജോൺ കൊമ്മാടി, അത് ഇതുപോലെ തന്നെയുള്ള സാക്ഷ്യമാണ്. അവരുടെ മകന് ജോലിയില്ല. അവർ ഉടമ്പടി ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ അവളുടെ മകൻ റോഡിൽ ചെന്നപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്. കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ജോലി വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ. അപ്പോൾ ഉടനെ അവൻ്റെ കൂടെ വിസിറ്റ് എടുത്ത് പോയി. അപ്പോഴവിടെയും ജോലിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴൊരു ഇവനെ അറിയാൻ പാലാത്ത ഒരാൾ അവിടെ കാറ് വെക്കാൻ വന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ അവനോട് ചോദിച്ചു, ജോലി വല്ലതും കിട്ടുമോ? അപ്പോൾ കിട്ടും, പക്ഷെ മാനേജർ പാകിസ്ഥാനിയാണ്. നമ്മൾ ഇന്ത്യക്കാരുടെ എങ്ങനെ കാണിക്കുമെന്ന് അറിയത്തില്ലെന്ന് പറയും. എൻ്റെ ദൈവം കർത്താവ് നിനക്ക് തന്നാൽ ഏത് പാകിസ്ഥാനിക്കാരനും നിൻ്റെ സ്വന്തം അങ്കിളായിട്ട് മാറും.
അതിന് ഓർക്കണം. അവൻ്റെ ശമ്പളത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഒരു 3-4 മാസം കൊണ്ട് അവൻ്റെ ശമ്പളം വർദ്ധിച്ച കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോവും. അവസാനം അവൻ തന്നെ ചെന്ന് പാകിസ്ഥാനിയോട് ചോദിച്ച്, ഇതെൻ്റെ ശമ്പളം തന്നെയാണ് സാറേ എന്ന്. അതെ, നിൻ്റെ ശമ്പളം തന്നെ. അതായത് നീ നടക്കേണ്ട വഴി. ഈ സാക്ഷ്യം എന്താ? ഒരു ബന്ധമില്ല. കണ്ടില്ലേ സാക്ഷ്യം? കണ്ടില്ലേ? ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഈശോ പറഞ്ഞത്. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവുക, ചൂണ്ടിക്കാണിക്കുക. നിൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വഴികളും നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി സത്യസന്ധമായ ഒരു തീരുമാനം എടുത്താൽ ക്രിസ്തു ആരാണെന്ന് നീ മനസ്സിലാകും. നീ മനസ്സിലാകാതിരിക്കേണ്ട കാര്യം, നീ പഴയ ബന്ധങ്ങളെല്ലാം സൂക്ഷിക്കുന്നു. കുറേ പാപവും കുറേ ക്രിസ്തുവും കുറേ പ്രാർത്ഥനയും അങ്ങനെ സ്വപ്പിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് നീ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദൈവം ആരാണെന്ന് അറിയാൻ പറ്റാതെ വരണത്. ദൈവത്തെ നീ മുറുകെ പിടിച്ച് അവൻ പറയണത് പോലെ ചെയ്യാനല്ലേ ഈശോയുടെ വചനം നമുക്ക് പറഞ്ഞത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ. പക്ഷെ അവൻ പറഞ്ഞതുപോലെ ചെയ്യാനുള്ള പ്രലോഭനം എന്താ? ജനങ്ങൾ പറയണതാണ്. മനസ്സിലായില്ലേ? അവൻ പറയണ പോലെ ചെയ്യാൻ 2 യോഹന്നാൻ 2:5 അതാ ഉടമ്പടി. ഉടമ്പടിക്ക് വിരുദ്ധമായി നിൽക്കണ ശക്തി എന്താണ്? ജനം പറയണ പോലെ ചെയ്യാനാണ്. ജനം പറയും. ചില സമയത്ത് നമ്മുടെ കൂടെയുള്ള കുടുംബത്തിലുള്ളവർ പറയും. ചിലപ്പോൾ ഞാൻ നിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ നിൻ്റെ ലവറായിട്ടുള്ളവർ പറയും. അവൻ പറയണത് പോലെ കേൾക്കും. നീ കുർബാനയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ കുർബാനയ്ക്ക് പോകണില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. അപ്പം നീ ആര് പറയണാണ് കേൾക്കണത്? സാവൂളിനെ എങ്ങനെയാണ് രാജ്യസ്ഥാനം പോയത്? നിനക്ക് എങ്ങനെ ക്രിസ്തീയ പൗരത്വം നഷ്ടപ്പെടാൻ പോണത്? ഇത് 2 സെയിമാണ്. സാവൂളിനെ എങ്ങനെയാണ് അവൻ്റെ രാജ്യസ്ഥാനം പോയത്? നിനക്കെങ്ങനെയാണ് നിൻ്റെ ക്രിസ്തീയ പൗരത്വം നഷ്ടപ്പെടാൻ പോണത്? 2 ഒരേ ഫോർമുലയാണ്. എന്താണ്? സാവൂൾ അമേലേക്യരുമായിട്ട് യുദ്ധം ഉണ്ടായി. അമേലേക്യരുമായിട്ട് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ കർത്താവ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സ്വവർഗ ഭോഗികളും അതുപോലെ തന്നെയുള്ള വൃത്തികെട്ട ഉള്ള ജനതകളെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് കർത്താവ് ഓടിച്ച് കളയുകയാണ്. പാപം ചെയ്തവൻ തെറ്റ് ചെയ്യുന്ന ശിക്ഷ മേടിക്കും. അക്കാര്യത്തിൽ മുഖനോട്ടമില്ലാതെ ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് എല്ലാത്തിനും അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വിശുദ്ധ നാട് നിലവിളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മൃഗഭോജികളും അത് പലതരത്തിലുള്ള മ്ലേച്ഛതകൾ വർണ്ണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മൃഗങ്ങളെക്കാൾ മോശമായ രീതിയിലുള്ള ആൾക്കാരെ നശിപ്പിച്ച് കളയാൻ പറയും. എന്നുവെച്ചാൽ കർത്താവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് വിശുദ്ധമായ ജനത്തെ നിലനിർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആ സ്ഥലം കൊടുക്കുകയാണ്. എബ്രാഹത്തിന് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കയ്യേറിയിരിക്കുകയാണ്. അപ്പോൾ കയ്യേറ്റക്കാരെയൊക്കെ ഒഴിപ്പിക്കണമെന്നാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാവില്ല, ആകാശം ഭൂമിയും കർത്താവിൻ്റെതാണ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ വശങ്ങളിലെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവിടെ. അപ്പം അതുകൊണ്ട് അതിനെ പറ്റിയൊരു ജനതയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഉണ്ടാകുന്ന ചില നീക്കുപോക്കുകൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ സാവൂളിനോട് പറയും, ഒരു സാധനം നീ കൊണ്ടുവരരുതെന്ന് പറയും. ആ പാപത്തിൻ്റെ ആ ഒരു പട്ടണത്തിൽ നിന്ന് ഒരു സാധനം നീ എടുത്തുകൊണ്ട് പോരരുതെന്ന് കർത്താവ് പറയും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകും. അഭിമലേഖ്യരെ തീർച്ചയായിട്ടും സാവൂൾ രാജാവ് തോൽപ്പിക്കും. അപ്പോൾ എന്ത് പറ്റും? ജനങ്ങൾ പറയും, നമുക്ക് നല്ല ആടുകൾ നോക്കി കൊണ്ടുപോരാമെന്ന് പറയും. അങ്ങനെ നല്ല ആടുകൾ നോക്കി കൊണ്ടുപോരും. അപ്പോൾ സാമുവേൽ പ്രവാചകൻ വരുമ്പോൾ ചോദിക്കും, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ആരോട് പറയും? സാമുവേൽ പ്രവാചകനോട് പറയും, ശത്രുക്കളെ നിഹനിച്ചു. അപ്പോൾ സാമുവേൽ 1 സാമുവേൽ 15:12 സാമുവേൽ സാവൂളിനോടൊരു ചോദ്യം ചോദിക്കുക. അപ്പോഴേ സാവൂൾ എന്താ പറയണത്? കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഉടമ്പടി പാലിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെന്നാണ് സാവൂൾ രാജാവ് പറയണത്. അപ്പോൾ സാമുവേൽ ഒരു ചോദ്യം ചോദിക്കും. 1 സാമുവേലിൻ്റെ 15:12 എന്താണ്? ഇപ്പോൾ കേൾക്കുന്ന ആടിൻ്റെ കരച്ചിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തർത്ഥമാക്കുന്നു? മനസ്സിലായില്ലേ?
കർത്താവ് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി പോലെയാണ് ജീവിക്കണമെന്ന് പറയുമ്പോൾ ഒരു ചോദ്യം തിരിച്ചു വരും. എന്ത് ചോദ്യമാണ് വരണത്? ഇപ്പോൾ കേൾക്കുന്ന ഒരു ആടിൻ്റെ കരച്ചിലില്ലേ, അത് ആളുടെ സ്വരമാണ്. അപ്പോൾ സാമൂല് പറയും, സാവൂള് രാജാവ് പറയും, അത് ജനം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്ന്. ഈ കൊടുത്ത പോയിന്റ് 1 സാമുവൽ 15:14, 1 സാമുവൽ 15:14. ആ കളവ് നടത്തിയ എന്തിൻ്റെ പേരിലാണ്? ജനങ്ങൾ പറഞ്ഞിട്ടാണെന്ന്. കർത്താവ് എന്താ പറഞ്ഞത്? പാപത്തിൻ്റെ നാട്ടിൽ നിന്ന് ഒന്നും എടുത്തുകൊണ്ട് പോരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതാണ് ഉടമ്പടി, അതാണ് അവൻ പറഞ്ഞത്, അവൻ പറഞ്ഞതുപോലെ ചെയ്യണത്. പക്ഷേ ഇപ്പം സാവൂൾ രാജാവ് എന്താ ചെയ്തിരിക്കണത്? ആടിനെ എടുത്തുകൊണ്ട് പോകുന്നു, കുറേ ആടിനെ എടുത്തുകൊണ്ട് പോകുന്നു. ദൈവത്തിൻ്റെ പേരിലാണ്, ദൈവത്തിന് ബലിയർപ്പിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോരുക. പക്ഷെ അത് കർത്താവ് പറഞ്ഞതല്ല. ദൈവത്തിന് ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണെന്നാണ് പറയണത്. ജനങ്ങൾ പറഞ്ഞു. പലപ്പോഴും അവൻ പറയണത് പോലെ ചെയ്യാതിരിക്കാൻ നമുക്കുണ്ടാകാവുന്ന പ്രലോഭനം ജനങ്ങൾ പറയണ പോലെ ചെയ്യണതാണ്. അതാണ് പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? നിൻ്റെ ജീവിത പങ്കാളി അല്ല, നിൻ്റെ രഹസ്യബന്ധങ്ങളുള്ള വ്യക്തി എന്താണ് പറഞ്ഞത്, അല്ല റൂംമേറ്റ് എന്താ പറഞ്ഞത്, നീ ആര് പറഞ്ഞാൽ എടുക്കണത് ഫലത്തിൽ? കാര്യം ദൈവത്തെ നിനക്ക് കാണാൻ പാടില്ല, പക്ഷേ കാണാവുന്ന വ്യക്തികൾ പറയണമെന്ന് നീ കൈകാര്യം ചെയ്യും. അപ്പം തന്നെ ഉടമ്പടി ബ്രേക്കാകും. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് പറഞ്ഞതിന് പകരം ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം ആണ് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിട്ടുള്ളത്. കർത്താവിൻ്റെ വചനം പാലിക്കാതെ ജനങ്ങൾ പറഞ്ഞത് കൊണ്ട്, ജനങ്ങൾ ആരുമാകാം, നീ രാജാവായിരിക്കാൻ ബാധ്യസ്ഥനല്ല, യോഗ്യനല്ല എന്ന് പറയും. സാവൂളിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റും. ആ സ്ഥാനത്താണ് ദാവീദ് രാജാവാകുന്നത്. അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അവൻ പറയണ പോലെ ചെയ്യുന്ന ഉടമ്പടി പ്രകാരമായിട്ടാണ് വിജയം തോൽവിയും ഇരിക്കുന്നത്. നമ്മൾ വിജയിച്ചു. കർമ്മലിൽ കൊണ്ടുവന്ന് സാവൂള് അയാളുടെ വിജയത്തൂണ് നാട്ടി, പില്ലർ ഓഫ് വിക്ടറി നാട്ടി. നമ്മൾ വിജയിച്ചു. പക്ഷെ കുറച്ച് നോക്കിയപ്പോൾ അയാളുടെ രാജസിംഹാസനം പോയി. പലപ്പോഴും ജനം പറയുമ്പോൾ വിജയിച്ചതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ കർത്താവിൻ്റെ വചനം പാലിച്ചില്ലെങ്കിൽ നീ നേടിയതെല്ലാം ആരുടേതാകും എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. നീ നേടിയതെല്ലാം ആരുടേതാകും? കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്. അതാരുമാകാം, എക്സ് ഓർ വൈ, മനുഷ്യരാകാം, സമ്പത്താകാം. കർത്താവ് പറഞ്ഞതല്ലാതെ മറ്റുള്ള വ്യക്തികളുടെ പറഞ്ഞത് കേട്ടിട്ട് ചിലപ്പോൾ പാർട്ടിയാകാം, ചിലപ്പോൾ വീട്ടുകാരാകാം. ഇതിനാണ് നമുക്ക് കർത്താവ് പറഞ്ഞത്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക പ്രാർത്ഥനയില്ലേ? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക. എന്താ കാര്യം? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഞങ്ങളെ കൊണ്ട് ആക്കല്ലേ എന്നാണ് പ്രാർത്ഥിക്കണത്. ആക്കിയാൽ വീണു പോകും ചിലപ്പോൾ. കർത്താവ് എന്തൊരു ഇൻ്റലിജൻ്റ് പ്രെയറാണെന്നറിയാമോ അത്? ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ, പാപം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഞങ്ങളെ കൊണ്ട് ആക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പിന്നെ എന്താണ്? തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. അതിമനോഹരം ആ പ്രാർത്ഥന തന്നെയാണ്. പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനും പാപ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വാക്കതാണ് അത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ വാക്ക് ചെല്ലണം നിങ്ങൾ. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പറഞ്ഞേ, ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇത്രയും മതി. ഇതൊരു സുഹൃത്ത് ജപമായിട്ട് ചെല്ലണം. സ്വർഗസ്ഥനായ പിതാവ് മൊത്തമല്ല, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുടെ ഒരു സുഹൃത്ത് ജപമാണത്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പറഞ്ഞേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ സാഹചര്യത്തിൽ ചെന്ന് വീഴാതിരിക്കാനാണ് കർത്താവ് നോക്കിയത്. സാവൂൾ ആ സാഹചര്യത്തിൽ ചെന്ന് വീണ് ജനങ്ങൾ പറഞ്ഞത് കേട്ടു. സാമൂലിലൂടെ വന്ന ദൈവവചനം മറന്നുപോയി, പ്രലോഭനത്തിൽ വീണു, അയാൾ തോറ്റു. കാർമലിൽ അയാൾ വിജയസ്തംഭം നാട്ടി ഗിൽഗാലിൽ ചെന്നപ്പോൾ ഗിൽഗാലിൽ സാമൂല് നിൽക്കണം. നീ കർത്താവിൻ്റെ വചനം പാലിച്ചില്ല, അതുകൊണ്ട് കർത്താവിൻ്റെ
ജനതയെ ഭരിക്കാൻ നിനക്ക് അനുവാദമില്ലെന്ന് പറഞ്ഞു. അവനെ പറഞ്ഞു വിട്ടു. അതാണ് എപ്പോഴായാലും നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിൻ്റെ ലവർ ഇപ്പോൾ എന്താ പറഞ്ഞാലും ശരി, അപ്പോൾ നിനക്ക് ജോലി വാങ്ങിച്ചു തന്ന ആൾക്കാരുണ്ടാകും, നിനക്ക് പ്രമോഷൻ സഹായിച്ചത് ആൾക്കാരുണ്ടാകും. അങ്ങനെ പല ആൾക്കാർ, പ്രലോഭനം അങ്ങനെ പലതരത്തിലല്ലേ. നിനക്ക് ജോലി വാങ്ങിച്ചു തന്ന ആൾക്കാരുണ്ടാകും, നിനക്ക് വീട് വെച്ച് തന്ന ആൾക്കാരുണ്ടാകും, സ്ഥലം വാങ്ങിച്ചു തന്ന ആൾക്കാരുണ്ടാകും, മക്കളെ പഠിപ്പിച്ച ആൾക്കാരുണ്ടാകും, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ വീട് സ്ഥലം ഒരുക്കിയ ആൾക്കാരുണ്ടാകും. ഇപ്പോൾ എല്ലാവരും കയറി പോകണ്ട, എല്ലാവരും ഇംഗ്ലണ്ടിലേക്കും UK യിലും അതുപോലെ തന്നെ കാനഡയിലും കയറിച്ചല്ലേ. അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ കാലങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരിയേറെ ആൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്. ചിലപ്പോൾ അവിടെ കൂടെ താമസിക്കേണ്ടി വരും. പക്ഷെ അവർ പറയുന്ന രീതിയിൽ നമ്മൾ അവസാനം ദൈവത്തിനെ മറന്ന് ജീവിച്ചാൽ നീ നേടിയതെല്ലാം സാവൂളിനെ പോലെ വരും. നീ വിജയസ്തംഭം നാട്ടും, കാശ് കിട്ടും, ഡോളർ കിട്ടും, പക്ഷേ എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അതാ കർത്താവ് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. കർത്താവ് എന്താ പറഞ്ഞത്? നീ ശേഖരിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവിനെ വിറ്റ് നീ ശേഖരിക്കും. യുദാസൻ ശേഖരിച്ചതാണ്. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞത്? എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അതുകൊണ്ട് ഒരു CA-ക്കാരൻ്റെ കള്ളക്കണക്കാണെങ്കിൽ പോലും ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നീ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ചില CA-ക്കാർക്ക് കമ്പനിയിലൊക്കെ ക്ലർക്കുമാരായിരിക്കുമല്ലേ, കമ്പനി പറയുന്ന കള്ളക്കണക്ക് 3 പുസ്തകം 4 പുസ്തകം വെച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ കാണിക്കാനൊരു പുസ്തകം, സ്വന്തമായിട്ട് നോക്കാനൊരു പുസ്തകം, ഷെയർ ഹോൾഡേഴ്സ് 5 പേരുടെ കമ്പനിക്ക് അവരെ കാണിക്കാൻ വേറെ കണക്ക് പുസ്തകം, അവരെ പറ്റിക്കണ്ടേ? കൈകാര്യം ചെയ്യുന്ന അവരെ പറ്റിക്കണമല്ല. അപ്പോൾ അതിന് വേറെ കണക്ക് പുസ്തകം. അപ്പോൾ ഇങ്ങനെ 5 കണക്ക് പുസ്തകമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന CA-ക്കാരുണ്ട്, കമ്പനിയിലെ ഓഡിറ്റേഴ്സുണ്ട്. അവരെല്ലാവരും അധർമ്മമായ ധനം നിൻ്റെ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യണം? അധർമ്മമായ ധനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് എന്താ പറയണത്? ഇങ്ങനെ അധർമ്മമായ ധനം നിൻ്റെ കയ്യിൽ വന്നാൽ അത് വിറ്റ് നീ സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ, കാരണം നിത്യകൂടാരങ്ങളിൽ അവർ നിന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ മനസ്സിലായില്ല. ആരുടെങ്കിലും കയ്യിൽ കള്ളപ്പണമോ കള്ളക്കണക്കെഴുതിയ പണമോ നാട്ടുകാരെ പറ്റിച്ച പണമോ ഷെയർ ഹോൾഡറെ പറ്റിച്ച പണമോ സർക്കാരിനെ പറ്റിച്ച പണമോ ഇപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ വരാൻ പാടില്ലെന്ന് അച്ഛൻ പറയണത്. അതിനുള്ള സാഹചര്യത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിക്കണം. പക്ഷേ ആ കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആ പണം കൊണ്ട് മകളെ കെട്ടി വിടരുത്, അവിടെ കുടുംബം പൊളിഞ്ഞു പോകും. ആ പണം എന്ത് ചെയ്യണം? അതുകൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ. ഏത് സ്നേഹിതന്മാരെ? സ്വർഗത്തിലെ സ്നേഹിതന്മാരെ, അല്ല ക്ലബിലെ സ്നേഹിതന്മാരെ അല്ല. ക്ലബിലെ സ്നേഹിതന്മാരെയൊക്കെ സഹായിക്കാൻ വേണ്ടി പോയ ആൾക്കാരൊക്കെ ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്. അതൊക്കെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. എല്ലാം കർത്താവ് പറഞ്ഞ കാര്യം തന്നെ. ക്രിസ്ത്യാനിയായാലും ശരി, കർത്താവിൻ്റെ വചനം അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അറിഞ്ഞതിന് ശേഷം അറിയാത്തവനെ പോലെ അജ്ഞാനിയെപ്പോലെ ജീവിച്ചതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ സഭ അനുഭവിക്കുന്നുണ്ട്. ലോകം മുഴുവനും ഓരോ വാർത്തയും വരുമ്പോൾ ഞാനിതിൻ്റെ പോംവഴികളാണ് കർത്താവ് എന്നിലൂടെ പറയണത്. ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യം വന്നാൽ എല്ലാത്തിനും ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഔട്ട്ലെറ്റ് ഉപയോഗിക്കണം. അത് തോടിലോട്ട് എഴുതി വെക്കരുത്. ഇപ്പോൾ ഫാക്ടറിയിൽ ഒരു കെമിക്കൽ പ്രോസസ്സിങ്ങുള്ള കമ്പനിയാണ്, അതിന് ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാകണം അതിന്. അല്ലാതെ നേരെ കൊണ്ട് പെരിയാറിലോട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ വരുമ്പോൾ പ്രകൃതി മുഴുവനും കലുഷിതമാകും. നമ്മളുടെ എല്ലാ തിന്മകൾക്കും ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളുടെ ഔട്ട്ലെറ്റുകൾ പൊതുസമൂഹത്തിലേക്കല്ല വെച്ച് കൊടുക്കേണ്ടത്. അതിൽ തന്നെ കൺട്രോൾ ചെയ്ത് മാറ്റാൻ അത് ഈശോ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം എന്താണ്? നിങ്ങൾ സ്വർഗത്തിൽ സ്നേഹിതന്മാരെ സമ്പാദിക്കുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിവൃത്തിയില്ലാത്തവർക്കത് കൊടുക്കണം. അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് വെച്ച് മകളെ കെട്ടിക്കുകയും മകളെ പഠിപ്പിക്കുകയും 2 നില വീട് വെക്കുകയും കാറ് വെക്കുകയും ആ കാർ ഇടിക്കുക. അപ്പോൾ അതാണ് പ്രശ്നം. പല കാറുകൾ ഇടിക്കുമ്പോൾ ഞാൻ അവർക്ക് ദൈവമേ കള്ളപ്പണത്തിൻ്റെ കാറായിരിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് വെച്ച് കാറ് മേടിക്കരുത്. നിങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മേടിക്കരുതെന്ന്. നീ ചിലപ്പോൾ അളിയനെ പറ്റിക്കാനും അളിയൻ്റെ മുമ്പിൽ കാണിക്കാനും വലിയ ആളാണ് കൊണാണ്ടറാണെന്ന് പറയാൻ വേണ്ടിയായിരിക്കും നീ വലിയ ഏറ്റവും ടോപ്പുള്ള പോഷ് കാർ മേടിക്കണത്. പക്ഷേ അതിൻ്റെ കള്ളപ്പണം ഉണ്ടാകുന്ന നീ നോക്കണം, ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ പറഞ്ഞിരിക്കുന്നത് കർത്താവ്. സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിനക്ക് അഭയമരളി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് മേടിച്ച് കൊടുത്തെന്നായി പറയണതിൻ്റെ അർത്ഥം. അഭയം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അതാണ് സ്നേഹിതന്മാർ.
ഉടമ്പടി നമ്മൾ ചെയ്യണത് അതാണ്. അവൻ പറയണ പോലെ ഉടമ്പടിയുടെ കാരുണ്യ പ്രവർത്തികളെല്ലാം അതാണ്, സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തെ എൻ്റെ പാപത്തിന്റെ അവസ്ഥകളെ ഞാൻ അറിഞ്ഞും അറിയാതെയും പിഴച്ചുപോയ സാഹചര്യങ്ങളെ അങ്ങ് വിശുദ്ധീകരിച്ച് കഴുകി രക്ഷപ്പെടാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള മാർഗങ്ങൾ നൽകിയ ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. ഞാൻ വിട്ടുകൊടുക്കുമ്പോഴേ നേടാൻ വേണ്ടി ഞാൻ എൻ്റെ വലകൾ ഉപേക്ഷിക്കുമ്പോഴേ എനിക്ക് സന്തോഷം തോന്നാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ദാനമായ ആനന്ദത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഈശോയെ, അങ്ങേ ആടുകൂടുന്ന കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി സമസ്തവും കുപ്പയായി കരുതാൻ ആത്മാവിൽ അഭിഷേകം പ്രാപിക്കാൻ കർത്താവേ കൃപ വർഷിക്കണമേ. സൗഖ്യവും തരും. വചനത്തിൻ്റെ സൊല്യൂഷൻ അങ്ങനെയാണ്. അവൻ വൈകുന്നേരം വരെ സംസാരിച്ചു. സംസാരത്തിന് ശേഷം അവൻ രോഗികളെല്ലാം സൗഖ്യപ്പെടുത്തി. കർത്താവ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. ഇനി കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. ഹോശയുടെ പുസ്തകത്തിൽ എന്താ പറയണത്? അവൻ ശതമാക്കി, പക്ഷെ അവൻ തന്നെ വെച്ച് കെട്ടി. കർത്താവ് നമ്മളെ എന്തെങ്കിലും ശതമാക്കുന്നുണ്ടെങ്കിൽ, മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള പാമ്പ് കടിക്കുമ്പോൾ നമ്മൾ ആ മുറിവ് കുറച്ചുകൂടി മുറിക്കുകയില്ലേ? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ മുറിവിനെ കുറച്ചുകൂടി വലുതാക്കിയിട്ട് ചോര ഒഴുക്കിക്കളയും. കർത്താവ് അത്രയും ഇവിടെ ചെയ്തിട്ടുള്ളത്. നിന്നെ പാപം കടിച്ചു, പാപം ദംശിച്ചു, ആ ഭാഗം കുറച്ചുകൂടി മുറിച്ചു, വിഷം എടുത്തു മാറ്റി. ഹോശയ എന്താ പറയണത്? ഞാൻ മുറിവേൽപ്പിച്ചു, ഞാൻ തന്നെ വെച്ച് കിട്ടും, ഞാൻ തന്നെ സുഖപ്പെടുത്തും. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയ പാപ സാഹചര്യങ്ങളെ, ആ മുറിവുകളിലെല്ലാം വിഷരക്തങ്ങൾ കർത്താവെ ഒഴുകി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ മുറിപ്പെടുത്തിയ കർത്താവ് നീ തന്നെ വെച്ച് കെട്ടുമെന്ന് പറഞ്ഞു. കർത്താവെ, ആരെല്ലാം എൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് കർത്താവെ, അങ്ങനോട് പറഞ്ഞ വചനം കേട്ടുകൊണ്ട് കർത്താവ് മനസ്സ് വിഷമിക്കുന്നുണ്ടോ, ആ മുറിവുകളെല്ലാം കർത്താവെ അങ്ങ് തന്നെ ഇപ്പോഴ് അങ്ങനെ തിരുമുറിവാർന്ന് വലത് കരുത്താൽ, ആണിപ്പെടുത്താർന്ന് വലത് കരുത്താൽ വെച്ച് കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. മക്കളെ, സന്തോഷത്തോടെ രോഗമുള്ള എല്ലായിടത്തും കൈവച്ചു. കർത്താവ് നിന്നെ സുഖപ്പെടുത്തുകയും നിനക്ക് ഈ അൾത്താരയിൽ ഒരു നിമിഷം വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുകയും ചെയ്യും. ഒരു ദിവസം നിനക്ക് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാം. ഇപ്പോൾ ഓൺലൈനിലിരിക്കുന്ന ശ്രദ്ധിക്കുക മക്കളെ. നടുവിന് വേദനയുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവെ, ഞാൻ കൈവെക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗർഭാശയത്തിൽ സിസ്റ്റമുള്ളവർ ഗർഭാശയത്തിൽ കൈവെക്കട്ടെ. വയറ് കല്ലച്ചിരിക്കുന്നവർ, മൂത്രം പോകാതെയും മലം പോകാതെയും ഒക്കെ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം ഉദരത്തിൽ കൈവെക്കുക. ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളാണ്. ഒത്തിരി പേര് വയറ് കല്ലച്ച് പോയവർ, ക്യാൻസർ വന്ന് വയറ് വീർത്തിരിക്കുന്നവർ, ശരീരം വീർത്തിരിക്കുന്നവർ, ആ വീർത്തിരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഞാൻ ഈ അൾത്താരയോട് കയറുമ്പോഴേ ഇടത് കൈയോ വലത് കൈയോ എന്ന് ഞാൻ ഓർക്കണില്ല, പക്ഷെ ഒരു കൈ ഇങ്ങനെ ക്യാൻസർ കൊണ്ട് വീർത്ത് നീര് വന്നിരിപ്പുണ്ടായിരുന്നു. കർത്താവ് അതിന് സുഖപ്പെടുന്നതായിട്ട് സന്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഞാനത് വിളിച്ച് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള രോഗികൾ, കക്ഷത്ത് വേദനയുള്ളവർ, കക്ഷത്ത് മുഴയുള്ളവർ, എവിടെയൊക്കെയാണ് മക്കളെ വിശേഷ രോഗങ്ങളുള്ളത് അവിടെയെല്ലാം കൈകൾ വെക്കുക. മുടി കൊഴിഞ്ഞു പോകുന്നവർ, നല്ലവണ്ണം സമർത്ഥമായ മുടിയുള്ളവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം, സന്തോഷം, ചിരി വരുമായിരിക്കും. പക്ഷെ മുടി കൊഴിഞ്ഞു പോയാൽ നിങ്ങൾക്കറിയണം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവ് പറയുന്നത് ആ മുടിയെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കൊഴിഞ്ഞു പോയാൽ നിൻ്റെ കർത്താവ് അറിയുമെന്ന്. കർത്താവ് അറിഞ്ഞ് കൊഴിഞ്ഞു പോയതെല്ലാം കർത്താവ് അറിഞ്ഞു തന്നെ തിരിച്ചു വരും. നീ തലയിൽ കൈവെക്കുക യേശുവിൻ്റെ നാമത്തിൽ. സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളൊരു പെൺകഴുത്തിൽ കൈവെക്കുക. സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളൊരു പെൺകഴുത്തിൽ കൈവെക്കുക. നെഞ്ചുവേദനയുള്ളവർ, ശ്വാസം മുട്ടലുള്ളവർ, കരളിന് അസുഖമുള്ളവർ കരളിൻ്റെ അവിടെ, ഹൃദയത്തിന് താഴെ ഇടതുവശത്ത് താഴെ കൈവെക്കുക. ഹൃദയത്തിൻ്റെ അസുഖമുള്ളവർ അത് ഹൃദയത്തിൽ കൈവെക്കുക. ഗർഭസ്ഥ ശിശുവിനെ
എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നവരെ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇപ്പോഴേ മക്കളില്ലാത്തവർ അടിവയറ്റിൽ കൈവെക്കുക, മക്കളില്ലാത്തവർ അടിവയറ്റിൽ കൈവെക്കുക. കർത്താവിന് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കണ്ണിന് കൈവെക്കുക, ചെവിക്ക് കേൾവിക്കുള്ള ചെവി കൈവെക്കുക. പസ് പുറത്തു വരുന്നവരെ, ശരീരത്തിൻ്റെ പസ് പുറത്തു വരുന്നവരെ, അതുപോലെ തന്നെ ഉദരരോഗത്തിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മൂത്രാശയത്തിൽ നിന്നും അതുപോലെ തന്നെ മലാശയത്തിൽ നിന്നുമൊക്കെ ഡിസ്ചാർജ് വരുന്നവർ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തും. നിന്നെ കർത്താവ്, നീ ഒരു രോഗിയായ വേദനിച്ച് നടക്കാൻ നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കിഡ്നി കൈയുള്ളവർ നടുവിൽ കൈവെക്കുക. കിഡ്നിക്ക് വേദനയുള്ളവരെ അതുകൊണ്ട് പണിക്ക് പോകാൻ പറ്റാത്തവർ, ഉറക്കമില്ലാത്തവർ, കർത്താവ് ഷുഗർ രോഗികൾ, അതുപോലെ തന്നെ പ്രഷർ രോഗികൾ ഒക്കെ അവരെ നെറ്റിയിൽ അതുപോലെ തന്നെ നെഞ്ചിലുമൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പ്രഷർ രോഗികൾ, ബ്രസ്റ്റിന് അസുഖമുള്ളവർ ബ്രസ്റ്റിൽ കൈവെക്കട്ടെ. പല തൊണ്ടയ്ക്ക് അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികളെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. വായ്ക്ക് നാറ്റമുള്ളവർ, മൂക്കിനൊക്കെ അസുഖമുള്ളവർ, മൂക്കിന് ദശ വളരുന്നവരൊക്കെ മൂക്കിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അനേകം രോഗികൾ, എനിക്ക് പേരറിയാൻ പറ്റാത്ത ഒരേ രോഗികളുണ്ട് കർത്താവെ. അവരെല്ലാം വിചാരിക്കും അച്ഛൻ ഞങ്ങളുടെ പേര് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് പേരറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. കുറേ രോഗികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശരീരം മുഴുവനും തിണർത്ത് വരുന്നവരെ, കറുത്ത പൊട്ടുള്ളവരെ, കറുത്ത കുരുക്കൾ വരുന്നവരെ ഒക്കെ ഈശോ കാണും. വിസർപ്പ രോഗികളെല്ലാം കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ സ്തുതിക്കട്ടെ, നന്നായി സ്തുതിക്കട്ടെ, കൈ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, കൈ വെച്ചുകൊണ്ട് തന്നെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. മാരക രോഗങ്ങള്, തീരാവ്യാധികള്, യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള്, തീരാവ്യാധികള് യേശുവിന്റെ നാമത്തില് പാപത്തിന് പരിഹാരം ചെയ്ത് മരിച്ചു വരുന്ന യേശുവിന്റെ നാമത്തില് പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ. മാരക രോഗികള്, തീരാവ്യാധികള് യേശുവിന്റെ നാമത്തില് പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ. മുട്ട നീക്കുക സമാപന ആശീർവാദമാണ്. ആശീർവാദം കഴിഞ്ഞും അച്ഛൻ സെക്യൂന ടി വിയിലുള്ള ശുശ്രൂഷകളെ ഇപ്പോഴും സമാപിക്കുകയാണ്. 1:30 വരെയാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. അതിപ്പോൾ സമാപിക്കും. അതുകൊണ്ട് ആ ടി വി പ്രേക്ഷകർക്കെല്ലാം ഇപ്പോഴും ആശീർവാദം നൽകിക്കൊണ്ട് വീണ്ടും അച്ഛൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ജോലിയില്ലാത്തവരും സാമ്പത്തിക കടമുള്ളവരെ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അവർ ഈ ആഴ്ചയിൽ കർത്താവ് സന്ധിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആ വിഷയം വീണ്ടും നമ്മൾ 10 മിനിറ്റ് കൂടി അച്ഛന് ധ്യാനം തുടരുന്നതായിരിക്കും. അതുകൊണ്ട് ലൈവ് ആരും ഓഫ് ചെയ്യരുത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവര്, ടെലിവിഷൻ ചാനലിലൂടെ ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, അവർ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. തീരാവ്യാധിയിൽ കഴിയുന്നവര്, രോഗദുരിതങ്ങളിൽ കഴിയുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവര്, സദാന ഭാഗ്യമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, കോവിഡ് മഹാമാരിയിൽ കഴിയുന്നവര് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി നിറയുകയാണ്. എല്ലാ മാരക രോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ ചൊരിയുകയാണ്. കർത്താവിന്റെ കൃപ ചൊരിയപ്പെടുകയാണ്. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക്. മക്കളെ, സാമ്പത്തിക ബാധ്യതകളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കുന്ന ആ നിമിഷങ്ങളിൽ വെള്ളയും കൊടുത്തൊരു മനുഷ്യനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇവന് സാമ്പത്തിക ബാധ്യതയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം അതൊരു അടയാളമാണ്. കാര്യം അതുപോലെ സാമ്പത്തിക ബാധ്യതകളിൽ എന്ത് ചെയ്യും, ആര് തരും, എവിടുന്ന് കിട്ടും, എങ്ങനെ കൊടുക്കും, ജപ്തിയായി പോകുമോ എന്നൊക്കെ വേദനിക്കുന്ന മക്കളെയാണ് കാണിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ 1,00,000 രൂപ തൊട്ട് ചിലപ്പോൾ 1 കോടിയും 10 കോടിയും കടമുള്ള മനുഷ്യരുണ്ടാകും. ഈ അൾത്താരയിൽ ഈ സാമ്പത്തിക ബാധ്യതക്കാർ ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
കർത്താവ് അവരുടെ സാമ്പത്തിക ബാധ്യതയുടെ മുഖങ്ങളെടുത്ത് മാറ്റിയത് അജ്ഞാതമായ മാർഗങ്ങളിലൂടെ പോലും. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. കർത്താവ് യേശുവിനെ സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, ഹോസ്റ്റൽ ഫീസ്, കോളേജ് ഫീസ് അടക്കാനില്ലാത്ത കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന മക്കളുണ്ട്. ഈശോയെ ഓരോരോ സ്ഥലത്ത് കൊടുക്കേണ്ട കാശ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഏജന്റുമാര് വഞ്ചിച്ചത് കാരണം നിരാലംബപ്പെട്ടു പോയ ജീവിതമുണ്ട്. കർത്താവേ, അവരെല്ലാം അവരുടെ കണ്ണീരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ നിക്ഷേപിച്ച പണം, സാമ്പത്തിക സ്ഥാപനം പൊളിഞ്ഞു പോയത് കൊണ്ടോ അവർ വഞ്ചിച്ചത് കൊണ്ടോ തകർന്നുപോയ വിഷമം അനുഭവിച്ച കടക്കാരുണ്ട്. കർത്താവേ, അവരെല്ലാം കർത്താവ് നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ എന്റെ ശരീരം. നിന്നെ സ്വന്തം ശരീരവും ജീവനും നൽകി സ്നേഹിക്കുന്ന കർത്താവാണ്. അവനോടുകൂടി സമസ്തവും നമുക്ക് ചേർത്ത് നൽകുകയില്ലേ? നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ചേർത്ത് നൽകുകയില്ലേ? കർത്താവിൻ്റെ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിലെ 30-31 വചനങ്ങൾ യേശുക്രിസ്തുവിനെ നൽകുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പക്ഷത്താകും. യേശുക്രിസ്തുവിൻ്റെ പക്ഷത്താണെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കാം. പിന്നെ റോമലേഖനം 8:35 വരുമ്പോൾ ആപത്തിനോ വാളിനോ ആർക്ക് യേശുക്രിസ്തുവിൽ നിന്ന് നമ്മെ ഒഴിവാക്കാൻ കഴിയും? യേശുക്രിസ്തുവാണ് ഇന്ന് പ്രഘോഷിക്കപ്പെട്ടത്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ എല്ലാ സാകല്യം, സകല സമ്പത്തുകളുടെയും സൗഖ്യത്തിൻ്റെ സാകല്യം കർത്താവ് യേശുക്രിസ്തുവേ. അങ്ങേ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അങ്ങേ സ്വീകരിച്ച മക്കള് റോമ 8 ലേഖനം അനുസരിച്ചുകൊണ്ട് സകല അവസ്ഥകളിൽ നിന്നും, സകല നമ്പരപ്പാടുകളിൽ നിന്നും, സകല ക്ലേശാരിഷ്ടതകളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ, രോഗങ്ങള്, ജോലിയില്ലാത്ത അവസ്ഥകള്, ജോലി കിട്ടാത്ത അവസ്ഥകള്, ജോലി കിട്ടാൻ മാർഗമില്ലാത്ത അവസ്ഥകള്, മക്കൾ ഇപ്പോഴും മക്കൾക്ക് പരീക്ഷ കിട്ടാത്തവരുണ്ട്. IELTS, MOH, HAD, RM പരീക്ഷ, B1, B2 ഒക്കെ അതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PSC എഴുതിക്കഴിഞ്ഞ മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം റിസൾട്ടിനെ കുറിച്ച് പേടിക്കുന്ന മക്കളുണ്ട്. സ്വന്തം പരീക്ഷാ ഫലം വരുന്നതിനെ കുറിച്ച് പേടിക്കുന്ന മക്കളുണ്ട്. പേടിച്ചുകൊണ്ട് അത് പോയി നോക്കാത്ത മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ വരെല്ലാം നിന്റെ വലിയ കൃപ ചൊരിയണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. മക്കളെ, ലഹരി പദാർത്ഥങ്ങൾ അടിപ്പെട്ട മക്കളെ, മദ്യപാനത്തിന് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ട മക്കളെ കർത്താവ് തൊടുന്ന സമയമാണ്. ഈശോ, ദിവ്യീശോയെ, ഇപ്പം നിന്റെ വിശുദ്ധമായ വലതുകരത്താൽ മദ്യപാനത്തിന് ലഹരി പദാർത്ഥങ്ങൾക്കും അടിപ്പെട്ടു പോയ മക്കളെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുമുറുവാളുന്ന വലതുകരത്താൽ മദ്യപാനത്തിനും തെറ്റായ ബന്ധങ്ങൾക്കും കറുത്ത് അകപ്പെട്ടു പോയ മക്കള്, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവരെ, ഒറ്റയ്ക്കും പാട്ടത്തിനും താമസിക്കുന്നവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വഴി അടച്ചു കെട്ടിയവരെ, വഴി ഞെരുക്കിക്കളഞ്ഞവരെ, പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, അയൽവാസികളുടെ ഭിന്നതകൾ,
പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവിൻ്റെ വിടുതലുണ്ടാകട്ടെ. ശ്രദ്ധിക്കട്ടെ. വരാത്തവരെ, വിവാഹമൊത്ത് വരാത്തവർ, എൻ്റെ മക്കളെ, ഇവിടെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലം, 10,000-കണക്കിന് മനുഷ്യരെ സാക്ഷ്യം പറഞ്ഞ സ്ഥലം, മനുഷ്യനെ അവൻ്റെ കഴിവുകൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നടന്ന് സാക്ഷ്യം പറഞ്ഞ സ്ഥലം, മക്കളില്ലാത്തവരെ, 24 വർഷം മക്കളില്ലാത്തവരെ മാതാവ് കുഞ്ഞുങ്ങളെ കൊടുത്ത സ്ഥലത്തു നിന്നാണ് ഈ ആരാധന ഇപ്പോൾ ഞങ്ങളെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിക്കിന് പകരം 3 കുഞ്ഞുങ്ങളെ കൊടുത്ത സ്ഥലം. 14 ദിവസം 14 വർഷം മക്കളില്ലാതിരുന്നപ്പോൾ അമ്മ മക്കളെ കൊടുത്തപ്പോൾ 3 മക്കളെ ഒരുമിച്ച് കൊടുത്ത സ്ഥലം, വിൽക്കാത്ത വീട് വിറ്റുപോയ സ്ഥലം, അവിടെയാണ് ഈ ആരാധന നടക്കുന്നത്. നിനക്ക് വിശ്വസിക്കാം, നിനക്ക് പ്രാർത്ഥിക്കാം, നിനക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇപ്പോഴും അങ്ങയുടെ മക്കള് പലതരത്തിൽ പ്രാർത്ഥിക്കണം ഈശോയെ. പലതരത്തിൽ കർത്താവ് മനുഷ്യന് അസാധ്യമായ പല അവസ്ഥകളിൽ ചെന്ന് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണം. അവിടെ കണ്ണുനീര് കർത്താവെ, 55-ാം സങ്കീർത്തനത്തിലെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെക്കുന്നവണ് കർത്താവെ. നിന്റെ കണ്ണ് കർത്താവെ, ഞങ്ങൾ കരയുന്നത് വീഴുന്നത് നിന്റെ കയ്യിലാണെന്ന് കർത്താവെ നീ ഓർക്കണമേ കർത്താവെ. കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നവരെ അവരെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉടമ്പടി എടുത്ത 10,000-കണക്കിന് മനുഷ്യരുടെ 10,000-കണക്കിന് വിഷയങ്ങൾ, സങ്കടങ്ങൾ ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ്. അവർ ഓർക്കുന്നത്, അവർ മറന്നു പോയതായ കാര്യങ്ങളെ ഇപ്പോൾ കർത്താവിനെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ ഇപ്പോൾ കർത്താവ് പറയണത്, ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളെ, രോഗാതുരമായ മുഴുവൻ അവയവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കുന്നു. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ അവയവങ്ങൾ രോഗം പിടിച്ച അവയവങ്ങൾ മരുന്നോ ലേപനമല്ല, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമ്മേ, പരിശുദ്ധമ്മേ, ഇപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മയുടെ മധ്യസ്ഥത്തിന് യേശുവിൻ്റെ നാമത്തിലെ ശിരാവേദികള്, മാരകരോഗികള് യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. സമാധാനം നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, ആ മക്കളെ നീ തൊടണം. പൈശാചികമായ ബന്ധനങ്ങളിലെ കർത്താവെ, പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ, ദൈവത്തിന് വേണ്ടാതെ, കുടുംബത്തിന് വേണ്ടാതെ വഴിപിഴച്ച പോലെ ജീവിക്കുന്നവരുടെ കർത്താവിൻ്റെ മനസ്സാന്തര അനുഭവങ്ങൾ, കർത്താവിന് വിശുദ്ധമായ രക്തം ആ മക്കളിൽ ഇപ്പൊ തളിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ ബന്ധനങ്ങള്, പൈശാചിക ബന്ധനങ്ങള് അഴിഞ്ഞു പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അച്ഛാ, ഞാൻ എന്ത് ജോലിക്ക് പോകണം അച്ഛൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ നിലവിളിച്ചുകൊണ്ട് പോയ മക്കളുണ്ട്. എന്ത് ജോലിക്ക് പോകണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ ആര് ജോലി തരും, അതിനുള്ള പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വേദനിക്കുന്നവരെ, ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന കുറേ മക്കളുണ്ട്. മെക്കാനിസ്റ്റുകൾ, എഞ്ചിനീയറിംഗ് മെക്കാനിസം എടുത്തവരെ, അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജോലി സാധ്യത കുറവാകുന്ന പോലെ അവർക്ക് തോന്നണേ. അതിൻ്റെ പേരിൽ അത് മേഖലയിൽ എന്ത് ജോലിക്ക് ഞാൻ എൻ്റെ കൈ കിട്ടുന്നവരെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് മക്കൾ ജീവിക്കാൻ പറ്റണ എന്ത് ജോലിക്ക് നീ പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുക. കർത്താവ് നിനക്ക് മെക്കാനിക്സിൻ്റെ ജോലി, നീ പഠിച്ച ട്രേഡ് നിനക്ക് തരുന്നത് വരെ ആ മക്കൾ കിട്ടുന്ന ജോലി എന്തിനു വേണ്ടി ചെയ്യാൻ വേണ്ടി പോയി, ജോലിയില്ലാതെ, ജോലി അന്വേഷിക്കാതെ കിടന്നുറങ്ങിയും നിരാശപ്പെട്ടും അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ചീത്ത കൂട്ടുകൂടിയും വീട്ടിൽ തളം കെട്ടി കിടക്കരുത്. അങ്ങനെയുള്ള എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴഴിച്ചു മാറ്റുന്നു. ശ്രുതിക്കട്ടെ. നിന്റെ ശരീരം മക്കളെ കാണാൻ പറ്റാതെ വേദനിക്കുന്നവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടക്കി
മക്കളെ ഭർത്താവ് പിടിച്ചെടുത്തു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടക്കി മക്കളെ ഭാര്യ കൊണ്ടുപോയി. പിന്നെ കേസായി. കുഞ്ഞുങ്ങളെ കാണാൻ പറ്റാത്ത തകർന്ന കുടുംബങ്ങളുടെ കണ്ണുനീര് കർത്താവിന് തിരുസരി സമർപ്പിച്ചുകൊണ്ട് മാതാവേ ഇപ്പോഴിടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളിലെ കേസുകളിലും വക്കാണങ്ങളിലും കർത്താവെ, വനിതാ കമ്മീഷനിലും കർത്താവെ, കുടുംബ കോടതിയിലും കർത്താവെ, അങ്ങനെ മക്കളെ അലഞ്ഞു തിരിയുന്ന കണ്ണീരോടെ ആ വഴികളിലെ കണ്ണീരിന്റെ വഴികളിൽ കർത്താവെ നീ കൂടെ ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തീരുമാനമെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഒന്നിപ്പിക്കണേ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. റബ്ബർ തോട്ടങ്ങൾ വിൽക്കാനുള്ളവരെ, തോട്ടങ്ങൾ, പലതരത്തിലുള്ള തോട്ടങ്ങൾ വിൽക്കാനുള്ളവർ, പുരയിടങ്ങൾ വിൽക്കാനുള്ളവർ, തെങ്ങുംതോപ്പുകൾ വിൽക്കാനുള്ളവർ, 3 സെൻറ്റ് തൊട്ട് മേളിലോട്ട് ഒത്തിരിയേറെ വിൽക്കാനുള്ള പറ്റാതെ അവിടെ കാര്യങ്ങൾ തക്ക സമയത്ത് നടക്കാതിരിക്കുന്നുണ്ട്. കർത്താവെ 1 പത്രോസ് 5:6 പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവെ നീ നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് അങ്ങനെ മക്കൾക്ക് അറിവ് നൽകിയിട്ടുള്ള കർത്താവെ, ഇതുപോലെ ഓരോ സാധനം വിൽക്കാനുള്ളവർ, കടക്കമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നവർ, പൂട്ടിപ്പോയവർ, വാടക കൊടുക്കാനില്ലാതെ കടകൾ പൂട്ടിപ്പോയതിൻ്റെ പേരിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല. ബ്യൂട്ടി പാർലറുകൾ, അതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള കടകൾ, കച്ചവട കേന്ദ്രങ്ങൾ പൂട്ടിപ്പോയവർ അത് തുറക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന ജീവന ഉപാധികൾ നഷ്ടപ്പെട്ടവർ അത് തുറക്കുന്നതിന് വേണ്ടി കർത്താവെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ മക്കളെ. നാട്ടിൽ വലിയ പഠിപ്പ് കിട്ടിയില്ല, അതേസമയം തന്നെ സീനിയർ സിറ്റിസണിനെ സഹായിക്കാനാണ്, ശുശ്രൂഷിക്കാനാണ്. ശരി, നാട്ടിൽ വേണ്ട പോലെ പഠിപ്പ് കിട്ടിയില്ല, ജോലി 10-32 വയസ്സായിട്ടും ജോലി ആയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയാൽ മാത്രമേ ജോലി കിട്ടി ഒരു ജീവിത പങ്കാളിയെ കിട്ടത്തുള്ളൂ. നാട്ടിൽ ജോലിയില്ലായിരുന്ന ജീവിത പങ്കാളിയെ കിട്ടത്തില്ല. അതുകൊണ്ട് വിഷമിച്ച് നടക്കുന്ന മക്കളുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. കാര്യം അവർക്ക് നാട്ടിൽ 31 വയസ്സാണ് ജീവിത പങ്കാളിയെ കിട്ടിയില്ല, അവർക്ക് ജോലി കിട്ടിയില്ല. അതുകൊണ്ട് അവർ ജോലി അന്വേഷിച്ച് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകാൻ വേണ്ടി അവരുടെ PR-കൾ, അതുപോലെ അവരുടെ വിസ, അവരുടെ ഏജൻസി, അവരുടെ ഓരോ എക്സാമിനേഷൻസ്, അവരുടെ IELTS, അവരുടെ ഹാദ്, അവരുടെ MOH, അവരുടെ OET, അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി തടസ്സം അവർ നിവൃത്തിയില്ലാത്ത മക്കൾക്ക് പരിശുദ്ധ അമ്മ ഇപ്പോൾ ശക്തി കൊടുക്കട്ടെ. അവർക്ക് കയറിപ്പോകാനുള്ള എല്ലാ തടസ്സങ്ങളെയും, എല്ലാ നിയമമായ തടസ്സങ്ങളെയും, രാജ്യങ്ങളുടെ നിയമ തടസ്സങ്ങളെ യേശുവിൻ്റെ മാത്രം അവിടെ തന്നെ കഴിവുകേടുകളെ യേശു പരിഹരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഞങ്ങൾ വ്യക്തിപരമായ അച്ഛനെ ഏതെങ്കിലും സമയത്ത് ഓർക്കാതെ പോയിട്ടുള്ള വിഷയങ്ങൾ എൻ്റെ മക്കൾ ഓർക്കാനുള്ള സമയമാണിത്. വലിയ കൃപയിൽ അഭിഷേകം പെയ്തിറങ്ങുന്ന ദൈവകൃപയുടെ വലിയ നിമിഷങ്ങളിൽ നമ്മൾ അമ്മയുടെ കൂടെ ചേർന്ന് നിന്ന് കർത്താവിൻ്റെ കരം പിടിച്ച് നിൽക്കുന്ന സമയമാണ്. എന്തെങ്കിലും ഓർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുക. അച്ഛൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളിപ്പോൾ സ്വയമായിട്ട് ഓർക്കുക, ഓർത്ത് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ മതി. കേസുകൾ, കോടതി കേസുകൾ, അതിൻ്റെ ഡേറ്റുകൾ, പലതരത്തിലുള്ള ഡേറ്റുകൾ നിങ്ങൾ അമ്മയോട് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഓർക്കുക. നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡേറ്റുകൾ, പരീക്ഷ ഡേറ്റുകൾ, റിസൾട്ട് വരുന്ന ഡേറ്റുകൾ, കയറിപ്പോകുന്ന ഡേറ്റുകൾ, തിരിച്ചു വരുന്ന ഡേറ്റുകൾ. പല രാജ്യങ്ങളും ഷട്ട് ഡൗണിലേക്ക് പോകുന്ന കാരണം അവിടേക്ക് പോകാൻ പറ്റുമോ എന്ന് വിഷമിച്ച് നിൽക്കുന്നവരെ അത് സമർപ്പിക്കുക. ഇപ്പോഴാണ് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി വിഷയങ്ങൾ സമർപ്പിക്കുക.
മാറ്റിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കർത്താവ് വിശുദ്ധമായ രക്തത്തെ തളിക്കട്ടെ. ഹൃദയത്തിന് ദൂരം വീണ കൊച്ചുമക്കളെ, ഗർഭത്തെ ശിശുക്കളെയും ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെയും 2-3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ അവരെ കർത്താവ് വിശുദ്ധമായ രക്തത്തെ തളിക്കപ്പെടട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ഇപ്പോൾ 10 കൊല്ലമായി. ഒരു കുഞ്ഞു കൂടി വേണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു, ഇപ്പോൾ 10 കൊല്ലമായി, 6 കൊല്ലമായി, അല്ലെങ്കിൽ 12 കൊല്ലമായി. ഒരു കുഞ്ഞ് വേണമെന്ന്, ഒരു കുഞ്ഞു കൂടി വേണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അമ്മ ആശീർവദിക്കുന്നുണ്ട്. Praise the Lord.